വയനാട്ടിന് പുറത്തുനിന്ന് ഗോത്ര വിഭാഗക്കാരല്ലാത്തവർ ആദിവാസികളെ വിവാഹം ചെയ്യുന്നത് കൂടുകയാണ്. കുറ്റ്യാടി ചുരത്തിന് താഴെയുള്ള പ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ കല്യാണവും. അതിനാൽ തന്നെ കുറ്റ്യാടി കല്യാണം എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്താണ് ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ? കുറ്റ്യാടി കല്യാണങ്ങളുടെ അനന്തര ഫലം എന്ത്? എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്ന പഠന പരമ്പര മാതൃഭൂമി പത്രത്തിൽ കുലം ഇറങ്ങുന്ന ആദിവാസി വധു പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കുറ്റ്യാടി കല്യാണം സംബന്ധിച്ച് ഗോത്ര വിഭാഗങ്ങൾക്കുള്ള ആശങ്കകളെ ആധാരമാക്കി ആദിവാസി കലാകാരന്മാർ തയ്യാറാക്കിയ പാട്ടിന് മാതൃഭൂമി ഒരു ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നു. മാതൃഭൂമി സീനിയർ കറസ്പോണ്ടന്റ് നീനു മോഹൻ സംവിധാനവും ഷമീർ മച്ചിങ്ങൽ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. വിനു കിടച്ചുലനാണ് പണിയ ഭാഷയിൽ പാട്ടെഴുതി സംഗീതം നൽകിയത്. മിനി കനവും വിനു കിടച്ചുലനും സുധി നമ്മയാനും ചേർന്നാണ് അവതരണം.
കല്യാണത്തെക്കുറിച്ച് ആദിവാസി സമൂഹത്തിനുള്ള ആശങ്കകളും സംഘർഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ഈ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നീനു മോഹൻ. കാട്ടുനായിക ഗോത്രങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ഇപ്പം കോഴിക്കോട്, അതായത് കുറ്റ്യാടി ചുരത്തിന് താഴെയുള്ള പ്രദേശങ്ങൾ, ആ അർത്ഥത്തിലാണ് കുറ്റ്യാടി കല്യാണം എന്ന് പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലുള്ള ആൺകുട്ടികൾ, മറ്റു സമൂഹത്തിൽ നിന്നുള്ള ആണുങ്ങൾ വിവാഹം ചെയ്യുന്നതിനെയാണ് പറയുന്നത്. കുറ്റ്യാടി കല്യാണങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് എല്ലാ ദാമ്പത്യങ്ങളും വിജയകരമല്ല. ചിലതിലല്ല, ഒരു ബഹുഭൂരിപക്ഷത്തിലെങ്കിലും പെൺകുട്ടികൾക്ക് പിന്നീട് ഈ ഗോത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് വിവാഹം ചെയ്തയച്ച കുടുംബങ്ങളിൽ തുല്യതയിലൂന്നിയ ഒരു ബന്ധമല്ല ലഭിക്കുന്നത്. അവിടെ പലരെയും വീട്ടുജോലിക്കാരിയെ പോലെയാണ് പരിഗണിക്കുന്നത്. അപ്പം ഒരു സ്ത്രീകളുടേതായ അവകാശ നിഷേധങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ഈ ഒരു ഗോത്ര തുടർച്ച നഷ്ടപ്പെടുന്ന ഒരു വിഷയമുണ്ട്. പിന്നെ നമ്മളൊരു അടുത്ത ജനറേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം സർക്കാരിൻ്റെ സംവരണ നയങ്ങളെ ഉൾപ്പെടെ ഇത് ബാധിച്ചേക്കാം. സംവരണത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ ജാതി ചേർക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ നിലവിലുള്ള സംവരണ സങ്കല്പങ്ങളെയൊക്കെ അട്ടിമറിക്കപ്പെടുന്നൊരു രീതിയും ഇതിലുണ്ട്.